സൗദി അറേബ്യയിലെ റിയാദിലെ ജയിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട കേസ് നാളെയാണ് കോടതി പരിഗണിക്കുക. മോചന ഉത്തരവ് ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇന്ന് ഈ കേസ് പരിഗണിക്കുമെന്ന രീതിയിൽ ചില ചാനലുകൾ പുറത്തുവിട്ട വാർത്ത ശരിയല്ലെന്നാണ് ഞങ്ങളുടെ റിയാദ് റിപ്പോർട്ടർ പറയുന്നത്. റിയാദിലെ കോടതിയാണ് കേസ് പരിഗണിക്കുക. റിയാദിൽ നിന്ന് ജലീൽ കണ്ണമംഗലം ഇപ്പോൾ ടെലിഫോണിൽ ചേരുന്നു. ജലീൽ, ഗുഡ് മോർണിംഗ്. ജലീൽ, ശരിക്കും ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു, ഇന്നാണ് കോടതി ഈ കേസ് പരിഗണിക്കുക. കേസ് ശരിക്കും പരിഗണിക്കുന്നത് നാളെയാണോ? എന്താണ് യഥാർത്ഥ വിവരം? SKN റിയാദ് ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ കേസ് കോടതിയുടെ പുതിയ ബെഞ്ച് പരിഗണിക്കുന്നത് നാളെയാണ്. ഇന്ന് ശനിയാഴ്ച വെള്ളി ശനി ദിവസങ്ങളിൽ ഇവിടെ അവധിയാണ്. നാളെയാണ് നേരത്തെ പറഞ്ഞതുപോലെ നവംബർ 17 ഞായറാഴ്ച നാളെയാണ് കോടതി കേസ് പരിഗണിക്കുന്നത്. നാളെ രാവിലെ കോടതി കേസ് പരിഗണിക്കുമ്പോൾ അബ്ദുറഹീമിന്റെ മോചന ഉത്തരവ് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ ജൂലൈ 2 അബ്ദുറഹീമിന്റെ വധശിക്ഷ കോടതി റദ്ദാക്കിയെങ്കിലും ഇതുവരെ ജയിൽ മോചന ഉത്തരവ് ഉണ്ടായിട്ടില്ല. അതിനുള്ള കാരണം സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ സൗദി നിയമപ്രകാരം പബ്ലിക് ഒഫൻസും അതോടൊപ്പം തന്നെ പ്രൈവറ്റ് ഒഫൻസും ഉണ്ട്. ഇതിൽ സൗദി ബാലന്റെ കുടുംബത്തിന്റെ അവകാശങ്ങളുള്ള പ്രൈവറ്റ് ഒഫൻസ് ആണ് പ്രധാനം. അതിൽ വിധി വന്നു, അതായത് വധശിക്ഷ വിധിച്ചു. 15 മില്യൺ റിയാൽ ആ കുടുംബത്തിന് കൈമാറിയ ശേഷം വധശിക്ഷ റദ്ദാക്കുകയും ചെയ്തു. ഇനി പബ്ലിക് ഒഫൻസിൽ വിധി വരേണ്ടതുണ്ട്. ഇതാണ് നാളെ പരിഗണിക്കുന്നത്. കഴിഞ്ഞ 18 വർഷം ജയിലിൽ കിടന്ന പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് തടവ് ശിക്ഷയോ മറ്റോ ഈ പബ്ലിക് ഒഫൻസിനോ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ജയിൽ മോചന ഉത്തരവ് നാളെ തന്നെ ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് അബ്ദുറഹീമും കുടുംബവും നിയമ സഹായ സമിതിയുമെല്ലാം. നാളെ കോടതി. താങ്ക് യു ജലീൽ കണ്ണമംഗലം. ഹൃദയിൽ നിന്നാണ് ജലീൽ കണ്ണമംഗലം നമുക്കൊപ്പം ചേർന്നത്.